കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ ദേശീയ നേതാവ് കൂടിയായ ഡി.കെ. ശിവകുമാർ നടത്തിയ കേരള വിരുദ്ധ പ്രസ്താവന നിരുപാധികം പിൻവലിച്ച് നിർവ്യാജം മലയാളികളോട് മാപ്പ് ചോദിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ ദേശീയ നേതാവുമായ ഡി.കെ. ശിവകുമാർ ഇന്നലെ നടത്തിയത് കേരള വിരുദ്ധ പ്രസ്താവനയാണ്. കേരള വിരുദ്ധം മാത്രമല്ല, അത് ദേശവിരുദ്ധവും കൂടിയാണ്. മലയാളികളെ പരസ്യമായി അപമാനിക്കുകയാണ് കർണാടക ഉപമുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത്. കേരളം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ആഭിചാരക്രിയകളുടെയും നാടാണെന്നും മലയാളികൾ പ്രാകൃതരാണെന്നും ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ഇന്നലെ കോൺഗ്രസിന്റെ ദേശീയ നേതാവ് കൂടിയായ ഡി.കെ. ശിവകുമാർ നടത്തിയത്. കർണാടക സർക്കാരിനെ അട്ടിമറിക്കാൻ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ഒരു പ്രസിദ്ധമായ ക്ഷേത്രത്തിന് സമീപം യാഗം നടത്തിയെന്നും ആ യാഗത്തിന്റെ പേര് ശത്രു വൈഭവ യാഗമെന്നാണെന്നും ആ യാഗത്തിൽ 21 ആടുകളെ, 21 പോത്തുകളെ, 21 ചെമ്മരിയാടുകളെ, 5 പന്നികളെ ബലി നൽകിയെന്നുമാണ് ഡി.കെ. ശിവകുമാർ പരസ്യമായി നടത്തിയ പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നത്. ഈ പ്രസ്താവന തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളെ ലോകത്തിന്റെ മുന്നിൽ അപമാനിക്കാനാണ്, അവഹേളിക്കാനാണ് ഡി.കെ. ശിവകുമാർ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ഈ കേരള വിരുദ്ധ പ്രസ്താവന നിരുപാധികം പിൻവലിച്ച് മലയാളികളോട് നിർവ്യാജം മാപ്പ് ചോദിക്കാൻ തയ്യാറാകണം എന്ന് ബി.ജെ.പി. ആവശ്യപ്പെടുകയാണ്. കാരണം ഇത്തരമൊരു സംഭവം കേരളത്തിലെ ജനങ്ങൾക്ക് കേട്ടുകേൾവി പോലുമില്ല. ഇപ്പൊ കണ്ണൂർ ജില്ലയിലെ മാധ്യമ സുഹൃത്തുക്കളാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തർ എത്തിച്ചേരുന്ന കേരളത്തിലെ മുഴുവൻ ഭക്തന്മാരുടെയും ആരാധനാ കേന്ദ്രമായിട്ടുള്ള തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന് സമീപമാണ് ഈ യാഗം നടത്തിയതെന്നാണ് ഒരു ഉപമുഖ്യമന്ത്രി പറയുന്നത്. സത്യത്തില് ഇത് രാജരാജേശ്വര ക്ഷേത്രത്തെ അപമാനിക്കുക. രാജരാജേശ്വര ക്ഷേത്രത്തെ തങ്ങളുടെ ഏറ്റവും ആദരണീയമായ ആരാധനാലയമായി കരുതുന്ന ഭക്തജനങ്ങളോടുള്ള അവഹേളനമാണിത്. മാത്രമല്ല, ഇതുമൂലം രാജരാജേശ്വര ക്ഷേത്രം ആഭിചാരക്രിയയുടെ കേന്ദ്രമാണെന്നും ഈ പ്രസ്താവനയിലൂടെ മനസ്സിലാവുകയാണ്. അപ്പൊ കേരളത്തിലെ ജനങ്ങളെ, കണ്ണൂർ ജില്ലയിലെ ജനങ്ങളെ, ഭക്തജനങ്ങളെ എല്ലാവരെയും അപമാനിക്കുകയാണ്. എവിടെ നിന്നാണ് ശിവകുമാറിന് ഈ വിവരം ലഭിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. പക്ഷെ അദ്ദേഹം പറയുന്നു, എനിക്ക് ആധികാരികമായി കിട്ടിയ വിവരമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മൃഗങ്ങളുടെ കണക്കുകളൊക്കെ തന്നെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഇത് സത്യത്തിൽ ഇതിനപ്പുറത്ത് മലയാളികളെ അപമാനിക്കാനുണ്ടോ? അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കേരള വിരുദ്ധ പ്രസ്താവന, മലയാളികളെ അപമാനിക്കുന്ന ഈ പ്രസ്താവന പിൻവലിച്ച് അദ്ദേഹം മാപ്പ് ചോദിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷെ ഇതുവരെയായിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി ഇതിനെതിരെ ഒരു അക്ഷരം ഉരിയാടിയിട്ടില്ല. കേരളത്തെ ഇങ്ങനെ പരസ്യമായിട്ട് ആഭിചാരക്രിയയുടെ, അന്ധവിശ്വാസത്തിന്റെ, അനാചാരത്തിന്റെ നാടാണെന്ന് ഒരു ഉപമുഖ്യമന്ത്രി പരസ്യ പ്രസ്താവന നടത്തിയിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത്? കേരളത്തിലെ മുഴുവൻ ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ കെ.പി.സി.സിയുടെ നേതൃത്വം ഇതിനെ തള്ളിപ്പറയേണ്ടതായിരുന്നു. കെ.പി.സി.സി നേതൃത്വം മാത്രമല്ല, ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും ഇടപെടേണ്ടതായിരുന്നു. കാരണം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മറ്റൊരു സംസ്ഥാനത്തെ അപമാനിക്കുക,
മറ്റൊരു സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പരസ്യ പ്രസ്താവന നടത്തുക, അത് നമ്മുടെ ദേശീയ ഐക്യത്തിനും ദേശീയ അഖണ്ഡതയ്ക്കും അപകടകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു സത്യം കേരളം, അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇത് കേരള വിരുദ്ധ പ്രസ്താവന മാത്രമല്ല, സത്യത്തിൽ ദേശവിരുദ്ധ പ്രസ്താവന കൂടിയാണ്. ദേശവിരുദ്ധതയാണ് ഈ ശിവകുമാറിന്റെ കർണാടക ഉപമുഖ്യമന്ത്രിയുടെ കോൺഗ്രസിന്റെ ദേശീയ നേതാവിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതായിരുന്നു. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മലയാളിയാണെന്ന് മാത്രമല്ല, കണ്ണൂർ ജില്ലക്കാരൻ കൂടിയാണ്. പക്ഷെ അദ്ദേഹവും മൗനം പാലിക്കുന്നു. ഇപ്പൊ നിലവിൽ IND സഖ്യത്തിലെ പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള കോൺഗ്രസും CPM-ഉം കേരളത്തിൽ മൗനം പാലിക്കാനാണ് തയ്യാറാകുന്നത്. ശക്തമായ പ്രതിഷേധവുമായിട്ട് അവർ രംഗത്ത് വന്നിട്ടില്ല. ഒരുപക്ഷെ അത് രാഷ്ട്രീയ കാരണമായിരിക്കാം. കാരണം ജൂൺ 4-ാം തീയതി വോട്ടെണ്ണാൻ വേണ്ടി പോകുന്നു. നമ്മുടെ ഇന്നത്തെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി മൂന്നാമതും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം കേരളത്തിലും ദേശീയ തലത്തിലും ഉണ്ടാകാൻ പോകുന്ന മുന്നണിയിലെ രണ്ട് പ്രധാന ഘടകകക്ഷികളാണ് കോൺഗ്രസും CPM-ഉം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കേരളത്തിലെ ഈ 3.25 കോടിയിലധികം വരുന്ന മലയാളികളെ പരസ്യമായി അപമാനിച്ചിട്ടും CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയായ കേരള മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത്, KPCC നേതൃത്വം മൗനം പാലിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി അദ്ദേഹം നിലപാട് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം വരാനിരിക്കുന്ന നാളുകളിൽ ദേശീയ തലത്തിലും കേരളത്തിലും ഉണ്ടാകാവുന്ന മുന്നണി സംവിധാനത്തോടാണ് അദ്ദേഹത്തിന്റെ വിധേയത്വം, അല്ലെങ്കിൽ മലയാളികളോടും കേരളത്തോടുമാണോ അദ്ദേഹത്തിന്റെ വിധേയത്വമെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വവും ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും DK ശിവകുമാറിന്റെ പ്രസ്താവന അംഗീകരിക്കുന്നുണ്ടോ അത് തള്ളിപ്പറയുന്നുണ്ടോ എന്നവർ വ്യക്തമാക്കണം. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് DK ശിവകുമാർ പറഞ്ഞത് ഈ ശത്രു വൈഭവ യാഗം, ഈ ആഭിചാര ക്രിയ, മൃഗങ്ങളെ 21 ആടുകളെയും 21 ചെമ്മരിയാടുകളെയും 5 പന്നികളെയും ബലി കൊടുത്തുകൊണ്ടുള്ള ഈ ശത്രു ഭൈരവയാഗം നടത്തിയത് കോൺഗ്രസ് കർണാടക ഗവൺമെന്റിനെ, സർക്കാരിനെ അട്ടിമറിക്കാനാണ്. മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു, ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇതിന്റെ പിന്നിലുള്ളത്, ആരാണ് ഈ യാഗത്തിന്റെ പിന്നിലുള്ളത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞില്ല. പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് കർണാടകത്തിലെ കോൺഗ്രസിനകത്ത് അതിശക്തമായ ഗ്രൂപ്പ് വഴക്ക് നിലനിൽക്കുകയാണ്. സിദ്ധാരാമയ്യെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ശ്രമം നടക്കുന്നു. ഇപ്പൊ കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര കുഴപ്പമായിരിക്കാം, അത് ഏതെങ്കിലും ഒരു വിഭാഗമായിരിക്കാം ഒരുപക്ഷെ ഇതിന് പിന്നിലുള്ളത് എന്നായിരിക്കാം DK ശിവകുമാർ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവർ കോൺഗ്രസ് തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആളുകളാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നതിന് പിന്നിൽ എന്തിനാണ് കേരളത്തിലെ മുഴുവൻ മലയാളികളെയും ഈ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ KPCC പ്രസിഡന്റ് കണ്ണൂർ ജില്ലക്കാരനാണ്. അദ്ദേഹം അറിയാതെ ഒരു അഭിചാരക്രിയ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കാർക്കും അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്തുണയുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്തുണ ഇല്ലാതെയാണോ നടന്നത്? ഇതെല്ലാം K. സുധാകരൻ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ ചരിത്രത്തിൽ വേറൊരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരി, അത് മുഖ്യമന്ത്രിയാവട്ടെ ഉപമുഖ്യമന്ത്രിയാവട്ടെ, നമ്മുടെ കേരളത്തെ അപമാനിച്ച ചരിത്രം മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല. നമ്മുടെ ചരിത്രത്തിൽ ആദ്യമാണ് ഈ സംഭവിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ദേശവിരുദ്ധമാണെന്ന് സൂചിപ്പിച്ചു. കാരണം ഈ DK ശിവകുമാറിന്റെ അനുജൻ DK സുരേഷ് കുമാർ നേരത്തെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അത് കർണാടകം പ്രത്യേകം രാജ്യമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയത്. അതായത് ഇന്ത്യ രാജ്യത്ത് ഭാരതത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന മറ്റൊരു രാജ്യം എന്ന നിലയ്ക്ക്
കർണാടകത്തെ വിശേഷിപ്പിക്കാൻ അന്ന് ഡി കെ സുരേഷ് കുമാർ, അതായത് ഈ ഉപമുഖ്യമന്ത്രിയുടെ അനുജൻ തയ്യാറാവുകയുണ്ടായി. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം കോൺഗ്രസ് ഓരോ സംസ്ഥാനത്തും ചില പ്രാദേശിക പാർട്ടിയായി മാറാൻ പോകുന്നു. അതിന്റെ ആരംഭത്തിൽ ഓരോ സംസ്ഥാനത്തിന്റെ വികാരം ആളിക്കത്തിക്കാൻ അതൊരു പ്രാദേശിക പാർട്ടിയായി കോൺഗ്രസ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ ഇത്തരം പ്രസ്താവന എന്നുകൂടി കരുതേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ മലയാളികളെ പരസ്യമായി അപമാനിച്ച ഈ പ്രസ്താവന കോൺഗ്രസിന്റെ ദേശീയ നേതാവും കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാർ പിൻവലിക്കണം, മലയാളികളോട് പരസ്യമായി മാപ്പ് ചോദിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. ഈ രാജരാജേശ്വര ക്ഷേത്രത്തിന് 15 കിലോമീറ്റർ അപ്പുറത്താണ് ഇത് നടന്നതെന്നാണ് അത് ഇന്നലെ ക്ഷേത്രവുമായി ബന്ധമില്ല, ക്ഷേത്രത്തിന്റെ വാക്കുകൾ വളച്ചൊടുക്കുകയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ഈ 15 കിലോമീറ്റർ അപ്പുറത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും നടന്നു എന്നതിന് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും നമുക്കാർക്കും തെളിവില്ല. അത് പറയേണ്ടത് ശിവകുമാർ തന്നെയാണ്. മാത്രമല്ല 15 കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ ആ സ്ഥലത്തിന്റെ പേര് പറയുന്നത് നല്ലത്. എന്തിനാ രാജരാജേശ്വര ക്ഷേത്രത്തെ കൂട്ടുപിടിക്കുന്നത്? 15 അർത്ഥം പറയുന്നത്, താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ അർത്ഥം 15 കിലോമീറ്റർ അപ്പുറത്താണ്, പിന്നെന്തിനാ രാജരാജേശ്വര ക്ഷേത്രത്തുമായി ബന്ധപ്പെടുത്തുന്നത്? രാജരാജേശ്വര ക്ഷേത്രത്തെ ബന്ധപ്പെടുത്തിയത് നമ്മളാരുമല്ല. 15 കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ ഈ പോത്തുകളുടെ എണ്ണവും പന്നികളുടെ എണ്ണവും ചെമ്മരിയാടിന്റെ എണ്ണവും എല്ലാം കിട്ടിയിട്ടുള്ള ശിവകുമാർ ആ സ്ഥലം പറയുന്നതല്ലേ നല്ലത്? അതിനോട് ഈ ലക്ഷക്കണക്കിന് ഭക്തന്മാരെ ആരാധിക്കുന്ന ഈ രാജരാജേശ്വര ക്ഷേത്രത്തിനെ ചേർത്ത് പറയാൻ എന്താ കാരണം? ഇപ്പൊ ഭക്തജനങ്ങളെ ഒന്നടങ്കം അപമാനിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്? ഈ ക്ഷേത്രവും ഈ അനാചാരത്തിന്റെ, ആഭിചാരക്രിയയുടെ, അന്ധവിശ്വാസത്തിന്റെ കേന്ദ്രമാണെന്നല്ലേ ഈ പ്രസ്താവനയുടെ മനസ്സിലാക്കേണ്ടത്? അപ്പൊ സത്യത്തിൽ എല്ലാ മലയാളികളെ അപമാനിക്കുക, നമ്മുടെ ക്ഷേത്രങ്ങളെ അധിക്ഷേപിക്കുക, ഭക്തജനങ്ങളെ അവഹേളിക്കുക, ഇതല്ലേ ചെയ്തിരിക്കുന്നത്? ഇതെല്ലാം ചെയ്തിട്ടും ആയിക്കോട്ടെ, പക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രി എവിടെയാ? ഇപ്പൊ ഹരിയാനയിലോ ഉത്തർപ്രദേശിലോ ഏതെങ്കിലും ഒരു മൂലയില് എന്തെങ്കിലും നടന്നാൽ പ്രതികരിക്കുന്ന മുഖ്യമന്ത്രി മലയാളികൾ പരസ്യമായി അപമാനിച്ചിട്ടും എന്താ ഉണ്ടാത്തത്? ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ സഖ്യത്തിന്റെ ഭാഗമാണോ? എന്നാ അത് പറയണം. ഞങ്ങൾ കോൺഗ്രസുമായി ചേരാൻ വേണ്ടി പോവുകയാണ്, ഞങ്ങൾക്ക് അതുകൊണ്ട് കോൺഗ്രസിനെ തള്ളിപ്പറയാൻ തയ്യാറല്ല. കേരളത്തെ അപമാനിച്ചാലും കേരളീയരെ അവഹേളിച്ചാലും ഞങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാരെ, കോൺഗ്രസിലെയോ കോൺഗ്രസ് നേതാക്കന്മാരെയോ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെയോ ഉപമുഖ്യമന്ത്രിമാരെയോ തള്ളിപ്പറയാൻ തയ്യാറല്ല എന്ന് പരസ്യമായി പറയട്ടെ. ഈ മൃഗബലി നിരോധന നിയമം അത് ബി.ജെ.പി. അംഗീകരിക്കുന്നുണ്ടോ? അത് ശരിക്കും അത് നടപ്പാക്കേണ്ട ഒരു നിയമം തന്നെയാണ്. അത് നിലവിലുള്ള നിയമമല്ലേ? അതിനത് നിലവിലുള്ള നിയമമല്ലേ? അല്ല, അതിനെതിരെ ഈ സുപ്രീം കോടതിയിലടക്കം പോയിരുന്നു. ഈ ഹിന്ദു മത ആചാരത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് ഇത് ബാധകമാകുന്നത്, ഈ ബലി കഴിക്കുന്നതും മറ്റ് സ്ഥലങ്ങളിലൊന്നും ഇതില്ല, ഇവിടെ മാത്രം ഇത് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഹർജി സുപ്രീം കോടതിയിലും എത്തിയിരുന്നു. അല്ല, ഇത് നിലവിലെ നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. അതിനെല്ലാവരും അംഗീകരിക്കാൻ തയ്യാറാകേണ്ടതാണല്ലോ. ബി.ജെ.പിക്ക് ഇതിൽ പങ്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ബി.ജെ.പിക്ക് എന്ത് പങ്ക? അല്ല, ബി.ജെ.പിക്കെതിരെയാണ് ആരോപണം. ഡി കെ ശിവകുമാർ ഈ ആധുനിക കാലഘട്ടത്തിൽ രാഷ്ട്രീയ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും പ്രവർത്തിക്കാനുള്ള അർഹത അദ്ദേഹം നഷ്ടപ്പെട്ടിരിക്കുക. നമ്മൾ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ഒരു ഗവൺമെന്റിനെ അധികാരത്തിലെത്തിക്കുന്നത്. പിന്നെ ആ ഗവൺമെന്റ് നിലനിർത്തുന്ന ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച MLA ആണ്, അല്ലെങ്കിൽ നമ്മുടെ ദേശീയ തലത്തിലാണെങ്കിൽ MP-മാരാണ്. ഇപ്പൊ ഗവൺമെന്റിനെ നിലനിർത്തുന്നത് MLA-മാരല്ല, MP-മാരല്ല, ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ല, ഏതെങ്കിലും മന്ത്രവാദിയാണ് എന്നല്ലേ ഡി കെ ശിവകുമാർ പറയുന്നത്. എന്റെ കയ്യിൽ കുറെ ചരടുകളുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിനെ അതിജീവിക്കുന്നു പറഞ്ഞാൽ ഇയാളല്ലേ പ്രാകൃത യോഗക്കാരൻ. ഞാൻ പോത്തുകളെ കുറിച്ച് പരാമർശിച്ചു. അവരുടെ ബുദ്ധിയൊക്കെ വളരെ വികസിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിനേക്കാൾ താഴെയാണ് ഇതുപോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ ബുദ്ധി എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതായിട്ട് വരും.
മൃദു ജനാധിപത്യ സംവിധാനത്തിൽ ഇതാ എന്റെ കൈ അദ്ദേഹത്തിന് ആരോപണം ഉന്നയിക്കാം. എന്റെ MLA മാർ, എന്റെ പാർട്ടി MLA മാരെ മറ്റേതെങ്കിലും പാർട്ടി കാല് മാറ്റാൻ ശ്രമിക്കുന്നു, കൂറ് മാറ്റാൻ ശ്രമിക്കുന്നു, അതുവഴി എന്റെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ഓ, മനസ്സിലാക്കാൻ ഇത് MLA മാരെ അട്ടിമറിക്കുന്നില്ല. അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാം കേന്ദ്രം BJP ആണ് ഭരിക്കുന്നത്, ഞങ്ങൾ ഇതുവരെ 354 വകുപ്പ് അനുസരിച്ച് ഒരു ഗവൺമെന്റിനെ പിരിച്ചുവിട്ടിട്ടില്ല. കോൺഗ്രസ് ആണ് നൂറിലധികം തവണ 356 വകുപ്പ് ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടത്, ഫെഡറൽ സംവിധാനത്തിന്റെ കണക്കുകൾ കത്തിവെച്ചത്. പക്ഷേ വേണമെങ്കിൽ ആ ആരോപണം ഉന്നയിക്കാം, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇത് 356 വകുപ്പിനെ കുറിച്ച് പരാതിയില്ല, MLA മാരെ കാര്യമാറ്റുന്നുള്ള പരാതിയില്ല, ഒന്നുമില്ല. മറിച്ച് മന്ത്രവാദി ഈ ശത്രു ഭൈരവ പൂജ നടത്തിയിട്ട് എന്റെ ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നു എന്ന് പരാതിപ്പെടുന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് നിയോഗിച്ചതാണോ? ഈ കേരള വിരുദ്ധം പോട്ടെ, ദേശവിരുദ്ധം പോട്ടെ, ഈ നിലപാടിനോട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ അഭിപ്രായം എന്താ? ഈ ആഭിചാര ക്രിയയിലൂടെ ഒരു ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാരിനെ അട്ടിമറിക്കും എന്ന ഈ DK ശിവകുമാറിന്റെ അഭിപ്രായത്തോട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അനുകൂലിക്കുന്നുണ്ടോ? അത് പറയേണ്ടത് നമുക്ക് പുതിയ വിവരമല്ലേ ഇത്? ഈ കർണാടക സർക്കാർ അട്ടിമറിയാനുള്ള സാധ്യത എന്തെങ്കിലും കാണുന്നുണ്ടോ? എനിക്കറിയില്ല. കോൺഗ്രസിനകത്ത് ആഭ്യന്തര യുദ്ധം വളരെ ശക്തമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ കോൺഗ്രസുകാർക്ക് അറിയാൻ സാധിക്കൂ ആ ഗവൺമെന്റ് അല്പായുസാണോ ദീർഘായുസുണ്ടോ എന്നൊക്കെ അവർക്ക് മാത്രമേ പറയാൻ സാധിക്കൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ അട്ടിമറി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ അതാണ് കോൺഗ്രസിന്റെ നേതൃത്വം തന്നെയാണ് അതിന്റെ ഉത്തരം പറയേണ്ടത്. BJP